ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൂസ് പെനിൻസുല വെക്കേഷൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇക്കയും കൂടി ഇറങ്ങി. അപ്പോൾ ഇന്ന് കുട്ടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ടോബർമറി വില്ലേജ് ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു അട്രാക്ഷനിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഗ്രോട്ടോ, ഇന്ത്യൻ ഹെഡ് കവ് ആൻഡ് ഓവർ ഹാങ്ങിങ് പോയിൻറ്റ്. ഇത് മൂന്നും നമ്മൾ ബ്രൂസ് പെനിൻസുലയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിൽ മാത്രമേ നമുക്കൊരു ഓപ്ഷനുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് പോയി കാണാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രോട്ടോയിലേക്കുള്ള ആക്സസ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാർക്കിംഗ് അവിടെ റിസർവ് ചെയ്യണം. പാർക്കിങ്ങും റിസർവ് ചെയ്യണം. എത്ര ആൾക്കാരാണോ പോകുന്നത് അവർക്കും ഒരു റിസർവേഷൻ അഡ്മിഷൻ ഫീ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിസർവേഷൻ ഫീ ഉണ്ട്. ഇത് മൂന്നും കൂടിയാണ് നമ്മൾ പേ ചെയ്യണത്. അപ്പോൾ അവിടുത്തെ പാർക്കിംഗ് ലോട്ടുകളെന്ന് പറയുന്നത് 4 അവർ വെച്ചിട്ടുള്ള ടൈം സ്ലോട്ടുകളായിട്ടാണ് നമുക്ക് കിട്ടുക. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഒരു ടൈം പാർക്കിങ്ങിൻ്റെ ടൈം. അതിൽ ഈ പറഞ്ഞ പോലെ 4 മണിക്കൂർ ഇടവിട്ടിട്ടുള്ള ടൈം സ്ലോട്ടുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചിറങ്ങണം. അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് സമയം അധികം നിൽക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയ പോലെ ഒരു ഓഫ് സീസണിൽ പോകണം, അതായത് ഒരു ഏർലി സമ്മർ ലേറ്റ് സ്പ്രിങ് ആ ഒരു സമയത്ത് പോകണം. അപ്പോൾ ആ റിസർവേഷൻ എടുക്കുന്നതും ഓൺലൈൻ എടുക്കണം, അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് എടുക്കണം. നമുക്ക് അവിടെ ആ ഒരു അഡ്മിഷൻ ബൂത്തിൽ പോയിട്ട് എടുക്കാനുള്ള ഓപ്ഷനില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഓൺലൈൻ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ടൈം സ്ലോട്ടിൽ തന്നെ നമ്മളവിടെ എത്തുകയും വേണം. 4 മണിക്കൂറിൽ 2 മണിക്കൂർ വരെ അവർ വെയിറ്റ് ചെയ്യും. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം സ്ലോട്ട് നമുക്ക് പിന്നെ കിട്ടില്ല, ആ ഒരു പൈസയും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു പ്രിഫേർഡ് ടൈം സ്ലോട്ട് നോക്കിയിട്ട് ആ ടൈം സ്ലോട്ട് ഫില്ലായിപ്പോയി എന്ന് വെച്ചോ, പിന്നെ നമുക്ക് അവിടെ പോയി പാർക്ക് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. പിന്നെ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ. ഇനി അതല്ല നിങ്ങൾ ക്യാമ്പിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൈപ്രസ് ലേക്ക് ക്യാമ്പ് ഗ്രൗണ്ടിലാണ് ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഈ ഗ്രോട്ടിലേക്കും ബാക്കി 2 ഡെസ്റ്റിനേഷൻസിലേക്കുമുള്ള ആക്സസ് ആ ട്രെയിൽ ആ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ അല്ലാതെ ഈ പാർക്കിംഗ് ഏതാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് റിസർവ് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് പാർക്സ് കാനഡ ഡിസ്കവറി പാസോ അല്ലെങ്കിൽ ബ്രൂസ് പെനിൻസുല നാഷണൽ പാർക്കിൻ്റെ സീസൺ പാസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്കിംഗ് ഫീസ് നമുക്ക് സൈപ്രസ് ലേക്ക് ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്ത് തരും. അപ്പോഴും റിസർവേഷൻ ഫീ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾക്ക്, അതായത് 17 വയസ്സിൽ താഴെയുള്ളവർക്ക് അഡ്മിഷൻ ഫീ ഇല്ല കേട്ടോ. അപ്പം നമ്മളുടെ ഇമെയിൽ റിസർവേഷൻ കാണിച്ചിട്ടാണ് നമ്മൾ ഈ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുക. പാർക്കിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒരു 5 കിലോമീറ്റർ അകത്തേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാട്ടോ നമ്മുടെ പാർക്കിങ്ങിലോട്ട് എത്തുന്നത്. ഇനി ഈ ഓരോ പോണ അട്രാക്ഷൻ്റെയും എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്നുള്ളത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ട്രെയിലിൻ്റെ മാപ്പൊക്കെ ഒന്ന് പിക്ചർ എടുത്ത് വയ്ക്കുക. പിന്നെ അവിടെ ആവശ്യത്തിനുള്ള നല്ല വൃത്തിയുള്ള റെസ്റ്റ് റൂം ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ബോക്സിൽ പേപ്പർ മാപ്പുകൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം എടുക്കുക. അപ്പോൾ നമുക്ക് പോകുമ്പോൾ മാപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു ട്രെയിലിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന ട്രെയിലുകളിലൊന്നും തന്നെ ഗാർബേജ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഫുഡോ ഡ്രിങ്ക്സോ എന്തൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ടോ ആ ത്രാഷുകൾ മുഴുവൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അവിടെ ഒന്നും നമുക്ക് ലിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല, ത്രാഷ് കളയാനുള്ള ഓപ്ഷനും ഇല്ല കേട്ടോ. ഇതാണ് ഗ്രോട്ടോ ട്രെയിലിൻ്റെ മാപ്പ്. നമുക്ക് 3 വഴി ഈ ഒരു അട്രാക്ഷൻസിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് മാർലേക്ക് ട്രെയിൽ. ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ പാത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് പാത്താണ്. മാർലേക്ക് ട്രെയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റെഡ് ഡോട്ടുള്ള ഡെസ്റ്റിനേഷനിലെത്തും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഓവർ ഹാങ്ങിങ് പോയിൻറ്റ്. റൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഗ്രോട്ടോവും ഇന്ത്യൻ ഹെഡ് കവ് എത്തും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ട്രെയിൽ കണ്ടു, ഇതാണ് ജോർജിയൻ ബേ ട്രെയിൽ. അതാണ് ഈസി ട്രെയിൽ, വളരെ ഈസിയാണ്. അപ്പോൾ ഈ പാത്ത് പോയാൽ നമുക്ക് ഡയറക്റ്റ് ഗ്രോട്ടോയിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഹോഴ്സ് ലേക്ക് ട്രെയിൽ. ഇതൊരു മോഡറേറ്റ് ട്രെയിലാട്ടോ. അപ്പം ഈ മോഡറേറ്റ് ട്രെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ ഹെഡ് കവ് കാണാം. പിന്നെ അവിടുന്ന് ഗ്രോട്ടോ വന്നിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് ഓവർ ഹാങ്ങിങ് പോയിൻ്റ് കാണാം. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഇതാട്ടോ ട്രെയിൽ പാത്ത് വരിക. ഇതിൽ നമ്മുടെ ഹോഴ്സ് ലേക്ക് ട്രെയിൽ 2.1 കിലോമീറ്റേഴ്സ് ആണ്. ഇതാണ് പാത്ത് വരുന്നത്, കണ്ടോ, ഇങ്ങനെ നിറച്ചും കല്ലുകൾ പാറക്കഷ്ണങ്ങളുള്ള വഴിയാണ്. പിന്നെ ജോർജിയൻ ബേ ട്രെയിൽ വരുന്നത് 1.5 കിലോമീറ്റേഴ്സ്. അത് ഇത് കണ്ടോ, നല്ല നിരപ്പായിട്ടുള്ള ഒരു പാത്താണ് വരുന്നത്. മാർലേക്ക് ട്രെയിലും 1.5 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ നമ്മൾ ലയൺസ് ഹെഡൊക്കെ പോയ പോലത്തെ വഴിയാണ്, നിറച്ചും പാറകളും മരത്തിൻ്റെ വേരുകളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രെയിലുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം.
അപ്പം നമ്മൾ ആദ്യം ഡിഫിക്കൽട്ട് പാത്ത്, അതായത് മാർലേക്ക് ട്രെയിൽ എടുത്തിട്ട് ഓവർ ഹാങ്ങിങ് പോയിൻ്റ് പോയി, പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഗ്രോട്ടോ വന്നു, ഇന്ത്യൻ ഹെഡ് കവ് വന്നിട്ട് പിന്നെ നമ്മൾ ജോർജിയൻ ബേ ട്രെയിൽ എടുത്തിട്ടാണ് വന്നത്. അപ്പം എങ്ങനെയാണ് പാത്ത് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ ഹോഴ്സിലേക്ക് എടുത്തിട്ട് മാർലേക്ക് വഴി തിരിച്ചു തരാം. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ നോക്കി തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു ട്രെയിലിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ നടന്ന് എവിടെയോ എത്തി. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വഴിയില്ല. ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വഴി തെറ്റിയേക്കുക. ഇനി അതിലേ വഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വഴി കണ്ടുപിടിക്കട്ടെ കേട്ടാ. അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ളൊരു മട്ടാണ്. അങ്ങനെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ചേട്ടാ. നടക്കട്ടെ. ആ, ഒരു മരം ഓൾമോസ്റ്റ് ഇങ്ങനെ വീണ് കിടക്കുക കേട്ടോ. ഓൾമോസ്റ്റ് അല്ല, വീണ് കിടക്കുക. ചിപ്മങ്ക്. ഞങ്ങൾ നടക്കട്ടെ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നേരെ നല്ല രസമുണ്ട്, അടിപൊളി ട്രെയിലാണ്. രാവിലെ വരണം, നമുക്ക് ആ ഫുള്ള് എനർജിയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രെയിലെല്ലാം തന്നെ നമ്മൾ ബ്രൂസ് ട്രെയിൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ട്രെയിലിൻ്റെ കുറച്ച് പോർഷൻസ് ആയിട്ടാണ് കേട്ടോ വരിക. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന വഴി കണ്ടൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ അല്ലേ പോയത് നേരത്തെ? അവിടെ നമ്മൾ നേരത്തെ പോയത്. അങ്ങനെ നമ്മൾ എവിടെ എത്തി എന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഇത് മുഴുവൻ കല്ലാണ്. ഇതെന്താ സംഭവം? ഇതാ നമ്മൾ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇത് ഫുള്ള് ചെറിയ പാറക്കഷ്ണങ്ങളാട്ടോ. അതായത് നമ്മൾ ഒത്തിരി ഒന്ന് സൂക്ഷിച്ചൊക്കെ നടക്കണം. ഫുള്ളിങ്ങനെ ഇളക്കി കിടക്കുന്ന പാറക്കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മിഡിൽ പോയിന്റ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലും നമുക്ക് ഓവർ ഹാങ്ങിങ് പോയിന്റ് കിട്ടും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോട്ടോയും ഇന്ത്യൻ ഹെഡ് കവും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈൻ ബോർഡാട്ടോ മിഡിലിൽ കണ്ടത്. ഇതാണ് ഓവർ ഹാങ്ങിങ് പോയിന്റിലേക്കുള്ള വഴിയാണ്. നമ്മൾ മാർലേക്ക് ട്രെയിൽ എടുത്തിട്ട് ആണ് ഇനി ഇതിങ്ങോട്ടോ കയറ്റം കേട്ടോ മൊത്തം. അപ്പോൾ ഈ കയറ്റം കയറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഓവർ ഹാങ്ങിങ് പോയിന്റിലോട്ടുള്ള ട്രെയിൽ. അപ്പോൾ ഇവിടെ ഒരു മാപ്പൊക്കെ ഉണ്ട് കണ്ടോ. നമ്മളിപ്പോൾ ഇവിടെയാണ്. നമുക്ക് ഓവർ ഹാങ്ങിങ് പോയിന്റിലോട്ട് പോകണം. ഓക്കെ, നോക്കാം. അങ്ങനെ നമ്മൾ ഓവർ ഹാങ്ങിങ് പോയിന്റ് എത്തി. പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചലഞ്ചിങ്ങും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ഒരു പാത്തായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഒരു 400 മില്യൺ ഇയേഴ്സ് മുന്നേ കടലിൻ്റെ അടിയിലായിരുന്നെന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് പോയിൻറ്റിൻ്റെ ഒരു പോർഷൻ. അടുത്ത പോർഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗുണാക്കേവ് പോലത്തെ ഒരു കുഴി അല്ലേ? പോത്തില്ലേ? അവിടേക്കോ? എവിടെ എത്തും? എവിടെ എത്തും? ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി പോവാട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ താഴേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അത് ഈ വഴിയല്ല കേട്ടോ, വേറൊരു ട്രെയിൽ എടുത്തിട്ട് പോയാലും നമുക്ക് ഇതിൻ്റെ ഒരു താഴ്ഭാഗം എത്താൻ പറ്റും. അപ്പോൾ അതിലേ കൂടി നടക്കാൻ പറ്റും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ പോയിട്ടില്ല. അപ്പോൾ ഇതാ ഇനി കാണുന്നതാണ് ശരിക്കുള്ള ഓവർ ഹാങ്ങിങ് പോയിന്റ്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുക കണ്ടോ. അപ്പോൾ ഇത് ഒരുപാട് വർഷത്തെ ഇറോഷൻ കാരണം ഫോം ചെയ്ത് വന്നതാണ്. ഒരു ബൗൾ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് ആ താഴോട്ട് കാണുന്ന ഏരിയ കണ്ടോ, അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ട്രെയിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേട്ടോ. നല്ല അടിപൊളി ട്രെയിലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല വ്യൂ ആട്ടോ ഇവിടെ. അപ്പോൾ ഇപ്പം നമ്മൾ പോയത് ഓവർ ഹാങ്ങിങ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അത് പക്ഷേ ഇവിടുന്ന് കാണുന്നില്ല. ഇതിൻ്റെ ഈ മലയുടെയൊക്കെ മുകളിൽ വരും കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ പോയി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ള് വ്യൂ. അടിപൊളി. ഒരു ബോട്ട് വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടുള്ള ട്രെയിലിൽ കയറി. ഇതാണ് ട്രെയിൽ ടു ഗ്രോട്ടോ. അത് നമുക്ക് 3-4 വഴി നമുക്ക് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളത് എടുത്തിട്ട് തിരിച്ചു പോകുമ്പം ഒരു മോഡറേറ്റ് ഈസി ട്രെയിൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഡിഫിക്കൽട്ട് ട്രെയിലാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഗ്രോട്ടോയിലേക്ക് പോകണം. എൻ്റെ ഇടയ്ക്കൊക്കെ അതായത് ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കണം നമുക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. എന്തായാലും ഇനി അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. താഴെ നോക്കി നടന്നില്ലെങ്കിൽ നിലത്ത് കിടക്കും. നമ്മൾ ചില മൂവീസിലൊക്കെ പറയണ പോലെ അങ്ങോട്ടുള്ള വഴികൾ കല്ലും മണ്ണും നിറഞ്ഞ ദുരിതങ്ങൾ നിറഞ്ഞ വഴികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ, ദുരിതമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കല്ലും മണ്ണും മരത്തിൻ്റെ വേരുകളൊക്കെ കൂടി നിറഞ്ഞ എന്താ പറയുക കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കയറി കയറി പോകാനൊരു രസമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഗ്രോട്ടോയുടെ അവിടെ എത്തി. ഇനി ഗ്രോട്ടോ എന്നുള്ള വ്യൂ കാണിച്ചു തരാം. എങ്ങോട്ടൊക്കെ വഴി മാർക്കിംഗ് ഉണ്ടോ? അങ്ങോട്ടെന്താ? അപ്പോൾ ഇതാട്ടോ ഗ്രോട്ടോ. ഈ ഗ്രോട്ടോ എന്ന് പറയുന്നത് ഒരു സീ കേവാണ്, അതായത് നാച്ചുറലി ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു കേവാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി റിസ്ക്കാണ്, ഇറങ്ങിപ്പോകാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയാക്കൊക്കെ റെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഒരു ഷോർ ലൈനാട്ടോ ഇന്ത്യൻ ഹെഡ് കവ് എന്ന് പറയുന്നത്. ആ ഒരു റോക്ക് ഫോർമേഷനും ആ ഒരു ഷോർ ലൈനൊക്കെ കൂടി ചേർന്നാണ് ഇന്ത്യൻ ഹെഡ് കവ്. ആ താഴെ വരെ നമുക്ക് വെള്ളത്തിലേക്ക് ആക്സസ് വരെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതും കണ്ടോ, ഇതും ഒരു ഹോള് പോലെ ഒരു നാച്ചുറൽ ഫോർമേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം തന്നെ നാച്ചുറൽ ഫോർമേഷൻസ് ആണ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു ബ്രൂസ് പെനിൻസുല സൈഡിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഭാഗങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്ത്യൻ ഹെഡ് കവിൻ്റെ കുറച്ചും കൂടി ക്ലോസർ ലുക്കാണ്. അപ്പോൾ നമുക്ക് ദൂരേന്ന് മുതൽ ഓരോ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അതായത് ലെയറായിട്ട് നമുക്ക് അതിൻ്റെ ക്ലോസർ ലുക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ എവിടെയൊക്കെ കാണിച്ചു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ പോയിൻറ്റുകളാണ്. പിന്നെ ഈ ഒരു ലുക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ഹെഡ് കവ് കഴിഞ്ഞിട്ട് നമ്മൾ ഈസി ട്രെയിൽ പോവാതെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഈ വ്യൂ പോയിൻ്റ് അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് കുറച്ച് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഈസി ട്രെയിൽ എടുത്ത് പോകാട്ടോ ചെയ്ത്. അങ്ങനെ നമ്മൾ ട്രെയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചടക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പിന്നെ ഈസി ആയിട്ടുള്ളത് അടുത്തത്. അപ്പോൾ എല്ലാവരും വ്യൂസൊക്കെ കണ്ടില്ല. ഇതാണ് ബ്രൂസ് പെനിൻസുല നാഷണൽ പാർക്കിൻ്റെ ഗ്രോട്ടോ ഇന്ത്യൻ ഹെഡ് കവ് ഓവർ ഹാങ്ങിങ് പോയിൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹോഴ്സ് ലേക്ക് ട്രെയിൽ. ഇവിടെ നിന്ന് നമുക്ക് ഈ ഹോഴ്സ് ലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മീഡിയം ട്രെയിൽ. നേരെ പോയി കഴിഞ്ഞാൽ ഈസി ട്രെയിലാണ്. വിച്ച് വൺ യു ആർ പിക്കിംഗ്? യാ, ഹി പിക്ക് ദ ഈസി വൺ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റ, ബൈ.